എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഇപ്പിയുടെ അല്ലെങ്കിൽ മാഗിയുടെ ഒക്കെ കവറുകൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടും ആയിട്ടാണ്. അപ്പോൾ കുറേ നാളായിട്ട് ബോട്ടിൽ ആർട്ടൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആദ്യം നമുക്ക് ഇതുപോലത്തെ കവറിൻ്റെ ആ ഒരു ലെറ്റർ പ്രിൻ്റ് ചെയ്യാത്ത ഭാഗം സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി ഒരു വലുപ്പത്തിലും കുറച്ച് ചെറുതൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന പോലെ കുറച്ച് പീസുകൾ അങ്ങോട്ട് കട്ട് ചെയ്യാം. ആ ഒരു ചെറിയ പീസിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനൊരു വെള്ള പേപ്പറിൽ കാണിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ വലിയൊരു പേപ്പർ സ്ക്വയർ എടുക്കുക, എന്നിട്ട് നടു മടക്കുക, വീണ്ടും മടക്കുക, പിന്നെയും മടക്കി, കണ്ടില്ലേ? എന്നിട്ട് അതിൻ്റെ ആ ഒരു അറ്റത്ത് ഒരു ആർക്ക് പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവറിന് വേണ്ടി കട്ട് ചെയ്യാറുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അതേ ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ വലിയ പേപ്പറിൽ കട്ട് ചെയ്യുന്ന അത്ര എളുപ്പം ഉണ്ടാവില്ല ഈ ഒരു കുഞ്ഞ് പീസിൽ ചെയ്യുമ്പോൾ. എന്നാലും പറ്റുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സംഭവം ഇത് തന്നെയാണ് കട്ടിങ് കേട്ടോ. ഇനി സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചാക്കുവള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ ഒരു ഫ്ലോറൽ ടേപ്പില്ലേ, ഗ്രീൻ ടേപ്പ്, അത് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഏത് രീതിയിലാണോ അറേഞ്ച് ചെയ്യേണ്ടത് ആ രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റെം ഒട്ടിക്കുക കേട്ടോ. ഇനി ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ചെറിയ കട്ടിങ്സ് ഇല്ലേ, അതിൽ നിന്നൊരു 3 എടുത്തിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഏറ്റവും വലുത് താഴെ വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഇനി അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്റ്റെമ്മുകളൊക്കെ ഒന്ന് ഒട്ടിക്കുക, ഫ്ലവേഴ്സ് ഒട്ടിക്കുക. ഇനി ലീഫിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പഴയൊരു ടേബിൾ മാറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ലീഫിൻ്റെ ആ ഒരു മോഡലിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിൽ ലീഫ് കട്ട് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഇതുപോലത്തെ സെമി ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ കളറുള്ള പെയിൻറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിയിലൊക്കെ ഒരു ഗ്രാസിൻ്റെ എഫക്റ്റും പിന്നെ ആ ഒരു ലീഫിന് കുറച്ചുകൂടെ ഒരു നല്ല ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഫുകൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇത് വെച്ച് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ബോട്ടിലിൻ്റെ നെക്കിൽ ഞാൻ ഗ്രീൻ തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ത്രെഡ് ഉണ്ടെങ്കിൽ ത്രെഡ് ചുറ്റിയാലും മതി കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ആ ഒരു ഫൈനൽ ലുക്ക്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഭംഗി വരുത്താം. ഞാനിപ്പോൾ എന്തായാലും ഇത്ര വെച്ച് നിർത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കൊച്ചു ഐഡിയ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ കവറുകൾ കുറച്ച് നല്ല ഡാർക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുന്നത്. അപ്പോൾ ചിലപ്പോൾ നല്ല വയലറ്റ് കളറൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിന് ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.